ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈദാണ് വരുന്നത്. അപ്പോൾ ഈദിന് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കുനാഫൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം, എങ്ങനെ കുനാഫ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് കുനാഫയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ. ഞാനിത് തിക്ക് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ കുനാഫിൻ്റെ ഡോട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുനാഫ ഉണ്ടാക്കാം. പിന്നെ ഞാനൊന്ന് മുസല്ല ചീസ് വെച്ചിട്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുനാഫൻ്റെ കുനാഫയുടെ ഒരു വലിയൊരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ കട്ടൊത്തി ഇങ്ങനെ തന്നെയാണ് ഇത് കിട്ടുമ്പോൾ ഇത് നമ്മളിങ്ങനെ വിടിച്ചെടുക്കണം. അതിന് വേണ്ടിയത് നമ്മൾ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർത്തിട്ട് വേണം അതിങ്ങനെ കൈയോട് ഇങ്ങനെ ഉതിർത്തി ഇങ്ങനെ വിട്ട് ഇങ്ങനെ വേറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ബട്ടർ മെൽറ്റാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതിങ്ങനെ വിടിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വിടിച്ച് കിട്ടും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടും. കാണുമ്പോൾ വിചാരിച്ചത് ഇങ്ങനെ ഉണ്ട് കെട്ടി കുടുങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഒന്നും റെഡി ആവില്ല. നമുക്ക് സിമ്പിളായിട്ട് വേഗം റെഡിയാക്കാമെന്നുള്ളൂ. കണ്ട ഇത്ര പെട്ടെന്നാണ് റെഡി ചെയ്ത്. നമ്മൾ 2 കൈയും യൂസ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ. അപ്പോൾ വേഗം നമുക്കിങ്ങനെ വിടിച്ച് കിട്ടും. കണ്ട അപ്പോൾ കംപ്ലീറ്റ് ഇത് റെഡിയായി. ഞാൻ കുറച്ചും പാടെ ബട്ടർ ഒഴിച്ചിട്ട് ഒന്നും പാടെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് പിച്ചെടുക്കുകയാണ്. അങ്ങനെ കുനാഫിൻ്റെ ഡോക്കെ റെഡിയായി. ഇനി നമ്മൾ കുനാഫ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. കണ്ട അപ്പോൾ അടിഭാഗം നല്ല കവർ ചെയ്യണ രൂപത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. ഒന്നും അടിഭാഗം കാണരുത്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ അടിഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കുനാഫാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തെറ്റ് കുറേ ഉണ്ടാക്കാം കേട്ടോ. 3-4 ഉണ്ടാക്കാം. ഇതന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ 2 കുനാഫ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മുസല്ല ചീസ് വെച്ചിട്ടും ഒന്ന് തിക്ക് ക്രീം വെച്ചിട്ടും. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 തിക്ക് ക്രീമിൻ്റെ ബോക്സ് എടുത്തുക്കണമല്ലോ. അപ്പോൾ ഞാൻ 2ഉം ചേർക്കുന്നുണ്ട് ഒരു കുനാഫിൽ തന്നെ. അപ്പോൾ ലേശം എടുത്തിട്ട് മുസല്ല ചീസിൻ്റെ കുനാഫിലും ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തിക്ക് ക്രീം ഒന്നിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അടുത്തത് നമ്മൾ മുസല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് തിക്ക് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഫുള്ളായി മതി മുസല്ല ചീസ്. പിന്നെ ബാക്കി അതിൽ തിക്ക് ക്രീം ബാക്കി വരുന്നത് മറ്റേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്ത് അങ്ങനെ ക്രീമൊക്കെ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി വെച്ച് നമ്മൾ കുനാഫിൻ്റെ ഡോ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്രീം കാണാത്ത രൂപത്തിൽ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. ഒന്ന് അമർത്തി ഇങ്ങനെ കൊടുക്കണം. കണ്ട അപ്പോൾ ക്രീമൊന്നും കാണുന്നില്ല. അങ്ങനെ ഇട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കുനാഫക്കുള്ള പാത്രമൊക്കെ ഇങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഗ്യാസപ്പം വെച്ചിട്ടാണ് ചെയ്യണത്, ഒന്നും ഓവനിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മുമ്പൊരു വീഡിയോയിൽ ഉണ്ടാക്കിയ കേക്കൊക്കെ ഞാൻ കേക്ക് കുനാഫൊക്കെ അധികം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഉപ്പ് അടിയിലിട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്ത് എടുക്കലാണ്. അതുപോലെ ഒന്ന് ഓവനിൽ വെച്ചിട്ടും റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുനാഫൊക്കെ റെഡി ആകുമ്പോഴത്തേന് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തിട്ട് വേണം അത് മെൽറ്റാക്കി എടുക്കാൻ. അപ്പോൾ മെൽറ്റാകുമ്പോൾ നമുക്കതിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടുന്ന രൂപത്തിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ അതിലേക്ക് പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണം, അതേ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ പഞ്ചസാര സിറപ്പൊക്കെ റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇതാണ് നമുക്ക് കുനാഫൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിക്കാനുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ ഇതാ പാത്രമൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കുനാഫൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മേലൊക്കെ നല്ല കളറൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓവനുള്ള കുനാഫൻ്റെ പാടെന്താ നോക്കാം. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുനാഫ ഒരു ചട്ടകം വെച്ചിട്ടാണ് ഞാനത്
പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. കണ്ട, ഇതൊരു ആർട്ട് ഷേപ്പാണ്. ഒന്ന് പിന്നെ റൗണ്ട് ഷേപ്പിലും. അങ്ങനെ നമ്മൾ 2 കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്നാണ്. ഞാനിവിടെ പിസ്ത എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് കൂടുതൽ ഒഴിച്ചിട്ടില്ല. പിള്ളേരാണെങ്കിൽ അത് കംപ്ലീറ്റ് ഒഴിച്ചിട്ടാവും കഴിക്കൽ. കാരണം അത് കൂടുതൽ ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടാണ് അത് കഴിക്കുന്നത്. കണ്ട, അതും പാടെ ഒഴിച്ചപ്പോൾ ഒന്നും വളരെ ഗ്ലാമറൊക്കെ വെച്ച് നമ്മളെ കുനാഫ. ഇത് തിക്ക് ക്രീമിൻ്റെ കുനാഫയാണ് കേട്ടോ. പക്ഷെ എനിക്ക് രണ്ടും ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രണ്ടും വേറെ വേറെ ടേസ്റ്റ് തന്നെയാണ്. മസാല ചീസ് വെച്ചിട്ട് അത് വേറെ ടേസ്റ്റ്, ഇതിന് വേറെ ടേസ്റ്റ്. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. രണ്ട് നമുക്ക് കഴിച്ചാലും ഏതാ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടും ടേസ്റ്റ് ഉണ്ട് നല്ല. ഇതാണ് മസാല ചീസ് വെച്ച കുനാഫ, നമ്മൾ ആർട്ട് ഷേപ്പുള്ള. കണ്ടോ, നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ട്. കണ്ട, സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിച്ചിട്ട്. ഇത്രയുള്ളൂ നമ്മളെ കുനാഫിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ട് ഇതിന് ഇതുണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.